ഹായ് ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ പോയി വ്ളോഗ് ചെയ്യാന്നുള്ള പ്ലാനിങ് ഒക്കെ കുളമായി പോയിട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ എന്ത് കരുതി, ഞാൻ വിചാരിച്ചു നമുക്ക് തോടൊന്ന് കാണാൻ പോവാന്ന്. അങ്ങനെ ഞാനും കുട്ടികളും കൂടെ തോട് കാണാൻ പോവാട്ടോ. നമ്മൾ പോകുന്ന വഴിൻ്റെ സൈഡ് മൊത്തം ഇതായി കമ്മൽപ്പൂവിൻ്റെ ചെടിയാട്ടോ. നിറച്ചു ഇവിടെ കമ്മൽപ്പൂവാണ് കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലോട്ട് ഈ ചെടിയായിട്ടുള്ളത് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. പക്ഷെ പണ്ടത്തെ അത്ര പൂക്കളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓണം സെലിബ്രേഷന് പൂക്കൾ ഞങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങില്ല കേട്ടോ. സ്കൂൾ വിട്ടുന്ന കവർ കൊടുത്ത് ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി ആ തോടിൻ്റെ സൈഡിലൂടെ ഒക്കെ നടന്ന് ഈ പൂവൊക്കെ അധികം കൊണ്ടുപോവുക. ഇപ്പോൾ ഒന്നും അങ്ങനെ, ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടല്ലേ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്ത് വിടുക. ഇവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പണ്ട് എപ്പോഴും ഇവിടെയൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത്. നീമോൾക്കും മിന്നൂനും ഇങ്ങോട്ടേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ കുറേ കുട്ടികളുണ്ട്. എൻ്റെ മാമന്മാരെ മക്കളായിട്ടും നമ്മളെ വീടിൻ്റെ അടുത്തായിട്ടും കുറേ കുട്ടികളുണ്ട് കേട്ടോ അവർക്ക് കളിക്കാൻ. നമ്മൾ അവിടെയാണെങ്കിൽ അവർ രണ്ടായിട്ടുള്ള കളി, സ്കൂളിൽ പോകുക, വന്നാൽ ടി വി കാണൽ, അതൊക്കെ കേട്ടോ അവരെ ടൈം പാസ് പറഞ്ഞാൽ. ഇവിടെ വന്നാൽ കുറേ കുട്ടികൾ കളിക്കാനുണ്ട്. അവർ വീട്ടിൽ കളിക്കാൻ തന്നെ വീട്ടിൽ തന്നെ കിട്ടില്ല, ഒരു ഫുൾ ടൈം കളിക്കാൻ പോകലാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പാലത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. ഇപ്പം വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. മഴ ഇപ്പോൾ കുറഞ്ഞില്ലേ. മഴയുള്ള സമയമാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. വെള്ളം കയറി വയലിലേക്കൊക്കെ വെള്ളം കയറാറുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഏട്ടനും അവർ ഫ്രണ്ട്സൊക്കെ മീൻ പിടിക്കാനൊക്കെ രാത്രി വരുന്നുണ്ട്. വയലിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മീനും ഉണ്ടാവും കേട്ടോ. ഇപ്പം കണ്ടാൽ ചെറിയൊരു ചാലുമാരി കേട്ടോ നമ്മളെ തോട് കണ്ടാലുണ്ടാവും. പക്ഷേ ഈ കാണുന്ന ഈ വയലിലേക്കൊക്കെ നല്ല മഴ പെയ്താൽ വെള്ളം കയറും കേട്ടോ. അപ്പോൾ അവർ എന്തോ കണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഞണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിളിയാട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ അതാ ഞാൻ പോയി നോക്കിട്ടോ ഞണ്ടിനെ കാണാൻ. പക്ഷേ നിങ്ങൾക്കും കാണിച്ചു തരാമെന്നൊരു പ്ലാനൊക്കെ ഇട്ട് നമ്മൾ പാറഞ്ഞണ്ടാട്ടോ ഇവിടെ ഉണ്ടാവുക. അപ്പം ഞാൻ എന്താ ക്യാമറ സൂം ചെയ്ത് നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ എവിടെയോ കണ്ടതുപോലെ തോന്നി കേട്ടോ. പെട്ടെന്ന് അതിനെ കാണാതായും. അപ്പോൾ ഇപ്പം വെള്ളം തെളിവൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ അലക്കൊക്കെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതും കൊണ്ട് ഇപ്പം അങ്ങനെ അലക്കാനൊന്നും അങ്ങനെ ആരും വരില്ല കേട്ടോ. പണ്ട് ഇവിടുന്ന് കുറേ ആൾക്കാർ മണൽ വാരലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇപ്പം തോടെ കൂടി ചാലായിട്ടുണ്ട്. അപ്പം നമ്മൾ കളിച്ച് വളർന്ന സ്ഥലത്ത് കൂടെ നമ്മളെ മക്കളെ കൊണ്ടുവരുന്ന നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇവിടെ ഇതിലേ കേട്ടോ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴി. പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ കാടൊന്നുമില്ലായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതാ ഞങ്ങൾ കാട്ടിലൂടെ കേട്ടോ പോകുന്നത്. കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. പനിനീർക്കിനാക്കളിൽ പ്രണയ. അപ്പം അങ്ങനെ അതാ കൂട്ടുകാരെ നമ്മൾ തോടിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ 4 ആളും ഇതാ തോടിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്, ഞാനും നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കുറവാണ് കേട്ടോ. പക്ഷെ മഴ പെയ്ത സമയത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു തോട്ടിലൊക്കെ നല്ല വെള്ളം കയറി വയലിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്ന്. ഇപ്പം മഴയൊന്ന് കുറഞ്ഞപ്പോൾ വെള്ളവും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പണ്ട് ഇങ്ങനെയൊന്നും കാടില്ലായിരുന്നു കേട്ടോ ഇവിടെ. ഞങ്ങൾ ഇവിടെ ആയിരുന്നു കേട്ടോ അലക്കാനൊക്കെ വന്നിരുന്നത്. അലക്കാൻ വരുമ്പോൾ തോർത്ത് ഉപയോഗിച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അപ്പോൾ അവർ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടോ. അധികം വെള്ളം ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ അവരോട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞത്. കാരണം നമ്മളൊക്കെ പണ്ട് ഇതേപോലെ കുറേ കളിച്ചിട്ടില്ല. ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ അങ്ങനത്തെ ഭാഗ്യങ്ങളൊന്നുമില്ലല്ലോ. ഒന്നെങ്കിൽ ടി വി അല്ലെങ്കിൽ ഫോണ്, അതിൽ ചുരുങ്ങും എല്ലാവരുടെ ലോകം. അപ്പം അവർ കളിക്കട്ടെ വെച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം കളിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അവിടെ മൊത്തമായിട്ട് കാട് പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. മിന്നുവിന് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. മിന്നു കുറച്ചൊരു പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ സനമോള് ഐശുവിന് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അവൾ ചെറിയ കുട്ടിയല്ല, അപ്പോൾ അവളെ കൊടുക്കാൻ എനിക്ക് പേടിയായിട്ടോ. അങ്ങനെ അതാ അവർ നല്ല കളിയാണ്. നല്ല തണുപ്പുണ്ട് കണ്ട് ഇവിടെ മൊത്തമായിട്ട് കാട് പിടിച്ച് പോയിട്ടോ. ആ തൊട്ട് കാണുന്ന അപ്പുറത്തൊക്കെ നിറച്ച് നെല്ലായിരുന്നു കേട്ടോ പണ്ട്. ഇപ്പോൾ ഒന്നും അങ്ങനെ ആരും നെല്ല് നടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നെല്ല് നടൽ കുറവാണ്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ പോലെ എനിക്ക് ഉമ്മാരോട് നല്ല വഴക്കിനുള്ള കാര്യം. കാരണം എല്ലാവരും നല്ല വെള്ളത്തിൽ കളിച്ച് നനഞ്ഞിട്ടൊക്കെ ആട്ടോ പോകുന്നത്. അപ്പം ഞാനും കരുതി എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ, എപ്പോഴൊന്നും ഇല്ലല്ലോ. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ആദ്യമായിട്ടോ ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നത്. വീട്ടിലേക്ക് വരും, തറവാട്ട് വീട്ടിലേക്ക് പോകും എന്നല്ലാണ്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്കൊന്നും വരില്ല. അപ്പോൾ അതാ അവരും മീൻ പിടിക്കുന്നുണ്ട്. ചെറിയ മീനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്
കൈയും കൊണ്ട് ഒരു മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ മീൻ പിടിക്കുന്ന കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലമായിട്ട് ഓർമ്മ വരുന്നത്. ഞങ്ങൾ കുറേ തോർത്തും കൊണ്ടൊക്കെ മീൻ പിടിച്ചിട്ടും ഉമ്മാൻ്റെ അടുത്ത് കുറേ വഴക്ക് കിട്ടിയിട്ടും അടി കിട്ടിയിട്ടുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നനഞ്ഞിട്ടൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ അവർ എനിക്ക് മീനിനെ കാണിച്ചു തരാൻ വേണ്ടി വരിക കേട്ടോ. ചെറിയ മീനൊക്കെ കേട്ടോ. ഞാനൊക്കെ പണ്ട് ഈ തവളാപ്പൊട്ടിനും മീനാന്നൊക്കെ പറഞ്ഞ് കുപ്പിയിലിട്ടൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. മീനുണ്ട് നീയെ പറഞ്ഞിട്ട് മീനിനെ കാണുന്നില്ല കേട്ടോ. അതാ ചെറിയൊരു മീനെ കണ്ടു കേട്ടോ. അപ്പോൾ അതാ തക്കുട് വേറെ മീനെയും കൊണ്ട് വന്നു. അങ്ങനെ മീനൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ തോട്ടിൽ നിന്ന് കയറി പോകുമ്പോൾ ആ സൈഡിലൂടെ ചാലിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു റോഡിൻ്റെ 2 സൈഡും കമ്മൽപ്പൂവിൻ്റെ ചെടികൾ നിറച്ചുണ്ട്. അപ്പോൾ അതാ കേട്ടോ ഐശുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഐശുട്ടി പാലത്തിൻ്റെ അതിലെ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചെറിയ നാട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ വീഡിയോ കാണുന്ന പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയും വരുന്നത് വരെ ടാറ്റാ.